Shubhulabulabro walruhu kadisho Menolam vada menolam mulminame. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ ലൂക്കോസ് എവങ്കേലിയോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 50-51 വാക്യങ്ങൾ ഞാൻ വായിക്കാം. വിശുദ്ധ ലൂക്കോസ് മസുർബോനോ എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 50-51 വാക്യങ്ങൾ. അനന്തരം അവൻ അവരെ ബേഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. പ്രാർത്ഥിക്കാം. ജീവൻ്റെ ഉടയവനായ ഞങ്ങളുടെ ജീവനുള്ള ദൈവം തമ്പുരാനേ, നിന്റെ ജീവൻ നൽകുന്ന തിരുവചനം കൂടി ഞങ്ങളോട് ഇപ്പോൾ ഇടപെട്ട് ഞങ്ങളെ ജീവിപ്പിച്ച് ജീവാത്മാവിൽ ജീവനുള്ളവരാക്കി നിലനിർത്തണമെന്ന് ഞങ്ങൾക്കായ ജീവനെ വെടിഞ്ഞ് മെശിഹയുടെ നാമത്തിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകളെ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഈ വരുന്ന വ്യാഴാഴ്ച ക്രിസ്താബ്ദം 2021 മെയ് മാസം 13-ാം തീയതി വ്യാഴാഴ്ച നാം സ്വർഗാരോഹണ പെരുന്നാൾ കൊണ്ടാടുകയാണ്. നിഖ്യാവിശ്വാസ പ്രമാണം ചെയ്യുമ്പോഴൊക്കെ ഈ സ്വർഗാരോഹണം നാം ഏറ്റു പറയുന്നുണ്ട്. നമ്മുടെ മോറാൻ യേശു മിശിഹായുടെ ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും ക്രിസ്തീയ മാർഗത്തിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളാണ്. മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യക്ഷതയ്ക്കും സ്വർഗാരോഹണത്തിനും ശിഷ്യന്മാർ സാക്ഷികളാണ്. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, 1 കൊരിന്തി 15:58, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ആർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമായി പറയുന്നു. ക്രിസ്തു ഉയർത്തില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥം, നമ്മുടെ പ്രത്യാശയ്ക്കും സ്ഥാനമില്ല. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായി നിങ്ങളുടെ പ്രയത്നം വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരാകുവീൻ. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രാധാന്യം വെളിപ്പെടുത്തുന്ന മഹാസംഭവമാണ് സ്വർഗാരോഹണം. കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ പൂർത്തീകരണം ഉയർപ്പും ജഡം ധരിക്കലിൻ്റെ മറുവശം സ്വർഗാരോഹണവും ആണ്. സ്വർഗാരോഹണത്തിൻ്റെ അർത്ഥം യേശു അത്യുന്നതനായ മഹോന്നതനായ ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തിലേക്ക് പുനഃപ്രവേശിച്ചു എന്നത്രേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 50-ാം വാക്യം നോക്കിക്കൊള്ളു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. നമ്മുടെ ആത്മീയതയെ നയിക്കുന്ന ഉദാത്തമായ വിശ്വാസം സ്വർഗാരോഹണം നമുക്ക് ഉറപ്പ് നൽകുന്നു. അതുകൊണ്ട് ഈ സംഭവകഥയിൽ നിന്ന് 2 കാര്യങ്ങൾ പ്രധാനമായും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു കൊള്ളാം. 1, നമ്മുടെ ആത്മീയതയെ നയിക്കുന്ന ഉദാത്തമായ വിശ്വാസം സ്വർഗാരോഹണം നമുക്ക് ഉറപ്പ് നൽകുന്നു. Ascension of our Lord Jesus Christ gives us the faith that spiritualizes our religiosity. വിശുദ്ധ പൗലോസ് ദൈവം അവനെ ഏറ്റവും ഉയർത്തിയതായി ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നു. ഉയർത്ത കർത്താവ് സ്വർഗാരോഹണം ചെയ്ത് ഈ പ്രപഞ്ചത്തിൻ്റെ അധികാര കേന്ദ്രങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് സ്വർഗാരോഹണം വെളിവാക്കുന്നത്. ചരിത്രത്തെ ദൈവോദ്ദേശത്തിലേക്ക് നയിച്ച് ഭരിക്കുന്നു. സ്വർഗാരോഹണമില്ലെങ്കിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്തെ മധ്യസ്ഥതയുമില്ല. വലതുഭാഗം ശക്തിയും അധികാരവും കുറിക്കുന്നു. മനുഷ്യന് സ്വന്തം പരിശ്രമത്താൽ എത്താവുന്നതല്ല സ്വർഗം.
അവൻ അവിടെ പ്രവേശിച്ച് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തെങ്കിലല്ലാതെ നമുക്ക് സ്വർഗത്തിൽ സ്ഥാനമില്ല. സ്വർഗാരോഹണ മഹത്വം ദൈവപുത്രന് ആവശ്യമില്ല. പിന്നെയോ ഈ സ്വർഗാരോഹണം അത് നമുക്ക് വേണ്ടിയാണ്. റോമാലേഖനം 8:34 നോക്കിക്കൊള്ളുക. അവൻ നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുന്നു. കൊലോസ്യ ലേഖനം 3:1, 1 പത്രോസ് 3:22. ഞാൻ വായിക്കട്ടെ. 1 പത്രോസ് 3:22. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. സ്വർഗാരോഹണം മനുഷ്യത്വത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച മഹത് സംഭവമാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവത്തിൻ്റെ പൂർത്തീകരണം സ്വർഗാരോഹണത്തിലാണ്. ദൈവിക സംസർഗത്തിൻ്റെ പൂർണ്ണ അനുഭവം ഈ സ്വർഗാരോഹണത്തിലൂടെ നാം പ്രാപിക്കുന്നു. ഈ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കേണ്ടതിലേക്ക് പുത്രൻ തമ്പുരാൻ സ്വർഗാരോഹണം ചെയ്തു. അവൻ്റെ സ്വർഗാരോഹണത്തിന് ശിഷ്യന്മാർ തിരുസഭ സാക്ഷികളാണ്. അവൻ്റെ സ്വർഗാരോഹണം ശിഷ്യന്മാർ അനുഭവത്തിൽ അറിഞ്ഞതാണ്. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ പറയാൻ ശ്രമിച്ചത്, ദിവ്യമായ അപരിമേയമായ ഉദാത്തമായ വിശ്വാസം നമ്മുടെ ബോറാൻ യേശു മിശിഹായുടെ സ്വർഗാരോഹണം നമുക്ക് സൗജന്യം ചെയ്തിരിക്കുകയാണ്. മരണത്തിൻ്റെ പൂർത്തീകരണം ഉയർത്തെഴുന്നേൽപ്പിലാകുന്നുവെങ്കിൽ ജഡം ധരിക്കലിൻ്റെ പൂർത്തീകരണം സ്വർഗാരോഹണമാണ്. ഇൻകാർണേഷൻ, അതിൻ്റെ ഒരു പൂർത്തീകരണം അസെൻഷൻ. അപ്പോൾ ആ ക്രൂശിൻ്റെ മഹത്വം, അതിൻ്റെ പൂർണ്ണത, അത് സ്വർഗാരോഹണത്തിലൂടെ നിത്യജീവൻ നമുക്ക് ലഭ്യമാകേണ്ടതിലേക്ക് പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത് പുത്രൻ തമ്പുരാൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഹി ഈസ് there at the right side of the Father on behalf of us to intercede for us. Hence, he ascended into heaven for us to make us free from all bondage. And the very ascension of our Lord Jesus Christ assures, guarantees the faith that gives us spiritual eternal blessings. Here we see the faith that spiritualizes our religiosity. So ascension gives us the faith that assures our spirituality, that we will experience and thereby attain the fullness of eternity. The very ascension of our Lord Jesus Christ energizes evangelism. Let's notice the remarkable manner in which our Lord left his disciples. We read that he lifted up his hands and blessed them, and as he was blessing them, he parted from them. ഇവിടെ നാം വായിക്കുന്നു, അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ സ്വർഗാരോഹണം ചെയ്തു. അവൻ അവരെ വേദാന്യോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവൻ നമ്മെ അനുഗ്രഹിച്ചു. എന്തിനു വേണ്ടിയാണ്? സ്വർഗത്തിൻ്റെ ഈ വലിയ ശുശ്രൂഷ, കർത്താവിൻ്റെ വേല ഈ ഭൂമിയിൽ നിർബാധം തുടരുവാൻ അവൻ്റെ ശുശ്രൂഷയ്ക്കായി അവൻ നമ്മെ അനുഗ്രഹിച്ചു. മർക്കോസ് മസ്രബോനോ എഴുതിയ സുവിശേഷം 16:15 പ്രകാരം വായിക്കുന്നു. അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. മർക്കോസ്
16-17 വാക്യം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. വിശുദ്ധ മർക്കോസ് മസ്രബോനു 16-18. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. വിശുദ്ധ ലൂക്കോസ് എവങ്കേലിസ്റ്റിന്റെ സുവിശേഷം 24-47 വാക്യം. അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളും പ്രസംഗിക്കണം. സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞ തിരുവായ്മൊഴികളാണ് ഇതെല്ലാം. പ്രിയമുള്ളവരെ, ഈ സ്വർഗാരോഹണം നമ്മോട് ആവശ്യപ്പെടുന്നത് ഈ ദൗത്യ നിർവഹണമാണ്. അസെൻഷൻ ഡിമാൻഡ്സ് മിഷണൽ വർക്ക്, ഇൻ അതർ വേർഡ്സ് ഇവാഞ്ചലിസം. 2 കാര്യങ്ങൾ അതിൽ പറയട്ടെ. Ascension entrusts us the very preaching ministry of heaven. Therefore, church has got this great gift of preaching ministry. It is the duty of the church, and that means the duty of every believer, to tell the story of good news and to witness the story of good news to all creation. പ്രിയമുള്ളവരെ, വചന പ്രഘോഷണം എന്ന ശുശ്രൂഷ, preaching and teaching. Church has been entrusted with this great ministry of preaching and teaching. ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത് തിരുവചനമാണ്. ആ ദൈവശബ്ദം കേട്ടാണ് ഈ ലോക ജീവിതം നാം മുമ്പോട്ട് നയിക്കുന്നത്. അങ്ങനെ ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട് നീ ജീവിതത്തെ കെട്ടുപണി ചെയ്യുമെങ്കിൽ വചനമാം ദൈവം രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കും. നിനക്ക് മരണമില്ല. നീ അവനോടുകൂടി എന്നേക്കും ജീവിക്കും. അവൻ നിനക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷാപാതം കഴിക്കും. പ്രിയമുള്ളവരെ, വിശുദ്ധ മർക്കോസ് മസ്രബോനു എഴുതിയ സുവിശേഷം 1-ാം വാക്യം എല്ലാവർക്കും അറിയാം. റിപ്പന്റ് ആൻഡ് ബിലീവ് ഇൻ ദ ഗോസ്പൽ. എന്താണ് മർക്കോസ് 1:14? ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. The time is fulfilled and the kingdom of God has come near. Repent and believe in the gospel. സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ശുശ്രൂഷയാണ് ഈ വചന പ്രഘോഷണം. എന്താണ് പ്രസംഗിക്കേണ്ടത്? കാലം തികഞ്ഞു, the time is fulfilled, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, the kingdom of God has come near. Therefore, repent and believe in the gospel. പ്രിയമുള്ളവരെ, preaching ministry, preaching and teaching the word of God. ദൈവകൃപയിൽ നാം വളരുന്നത് ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന തിരുവചനത്തിൽ അടിസ്ഥാനപ്പെട്ടാണ്. എന്താണ് പ്രസംഗിക്കേണ്ടത്? മാനസാന്തരവും പാപമോചനവും. അതാണ് ഇവിടെ പറയുന്നത്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കുവാൻ തിരുസഭയെ കർത്താവ് തമ്പുരാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. റിപ്പൻറ്റൻസ് ആൻഡ് ഫൊർഗീവ്നെസ് ഓഫ് സിൻസ്. ഈ റിപ്പൻറ്റൻസ് ആൻഡ് ഫൊർഗീവ്നെസ് ഓഫ് സിൻസ് ഇത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, മാനസാന്തരം മാത്രമല്ല, മൊറാനേശു മിശിഹായിൽ നിന്ന് നമുക്ക് സൗജന്യമായി ലഭ്യമായിരിക്കുന്ന ക്രൂശിലൂടെ ലഭ്യമായിരിക്കുന്ന ഈ പാപമോചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി അനുഭവമായി വളരണം. കൊലോസ്യ ലേഖനം 1-ാം വിശുദ്ധ പൗലോസ് പറയുന്നു, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ഇൻ ഹൂം വി ഹാവ് റിഡംഷൻ, ദ ഫൊർഗീവ്നെസ് ഓഫ് സിൻസ്. ഫൊർഗീവ്നെസ് ഓഫ് സിൻസ് എന്ന കുമ്പസാരം എന്ന സാക്രമെൻ്റ് നമുക്കറിയാം. അതോടെ സഭയുടെ വലിയ ശുശ്രൂഷയാണ് ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ് ദ വേർഡ് ഓഫ് ഗാഡ്. അതിൻ്റെ ഭാഗമാണ് ഈ കൗദാശികമായ എല്ലാ വാഴ്വുകളും. മാനസാന്തരവും പാപമോചനവും പ്രാപിച്ച് ദൈവത്തിൻ്റെ പരമസന്നിധിയിൽ അവനോട് ചേർന്നായിരിക്കാൻ ഇതാ സ്വർഗാരോഹണ പെരുന്നാൾ നമ്മോട് ആവശ്യപ്പെടുകയാണ്. മാർത്തോമാ സഭയിൽ മാർത്തോമാ യുവജന സഖ്യത്തിൻ്റെ
ഡെപ്യൂട്ടി സെക്രട്ടറിയായിട്ടൊക്കെ ശുശ്രൂഷ ചെയ്ത, ദീർഘവർഷം ശുശ്രൂഷ ചെയ്ത, DSMCയുമായിട്ടുള്ള ബന്ധത്തിൽ, സുവിശേഷ പ്രസംഗ സംഘവുമായ ബന്ധത്തിൽ ഒക്കെ ധാരാളം ഗാനങ്ങൾ രചിച്ച തിരുവല്ല സ്വദേശി പി.ഡി. ജോൺ സാറിൻ്റെ പ്രസിദ്ധമായ ഒരു ഗീതം നമ്മുടെ പുസ്തകത്തിൽ 375. അതിൽ നമുക്ക് 3-4 ചരണങ്ങളൊന്ന് നോക്കാം, പാടാം. വചനം, ടീച്ചിങ് ആൻഡ് പ്രീച്ചിങ്, അത് നമുക്ക് ശക്തിയാണ്. വചനമെന്ന ആത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം, പകരുക ആത്മാവിൽ തിരുശക്തിയാൽ നിറയുവാൻ നിൻജനങ്ങൾ. വീണ്ടും അടുത്ത സ്റ്റാൻസ, 4ാം സ്റ്റാൻസ ഇങ്ങനെ പറയുന്നു: പാപവും രോഗവും അകറ്റിടുവാം രുധിരത്തിന് അത്ഭുത ശക്തി എന്ന്, ആകയാൽ അറിയുവാനോട് വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ എന്ന് കവിയായ പി.ഡി. ജോൺ സാറ് പാടുമ്പോൾ നമുക്ക് ചേർന്ന് പാടാം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുകദാസരിൽ വരമധികം, പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ഞാൻ പറയാൻ ശ്രമിച്ചത് അസെൻഷൻ എനർജൈസസ് ഇവാഞ്ചലിസം. അതെന്താണ്? പ്രീച്ചിങ് ദ വേർഡ് ഓഫ് ഗാഡ്. ആ പ്രീച്ചിങ്ങിൽ കൗദാശികമായ വാഴ്വുകൾ ഉണ്ട്. മിനിസ്ട്രിങ് ദ വേർഡ് ഓഫ് ഗാഡ് ആൻഡ് മിനിസ്ട്രി ഓഫ് സാക്രമെന്റ്സ്. Again, here we see the church has got another major ministry called healing ministry. സ്വർഗാരോഹണത്തിന് മുൻപ് മർക്കോസ് എവങ്കലിസ്റ്റൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. മർക്കോസ് എവങ്കലിസ്റ്റൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ ഞാൻ വായിക്കാം. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ, സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല. ഹി വിൽ സീ പ്രൊട്ടക്ഷൻ ഫ്രം എബവ്. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഭൂതങ്ങളെ പുറത്താക്കി രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്ത് സമാധാനവും ശാന്തിയും പകർന്നു കൊടുക്കുന്ന അനുരഞ്ജനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദിവ്യ സ്നേഹത്തിൻ്റെയും വലിയ ശുശ്രൂഷ ഇതാ സ്വർഗം നമ്മോട് ആവശ്യപ്പെടുകയാണ്. സ്വർഗാരോഹണത്തിന് പുത്രൻ തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടത് അവർക്ക് കൊടുത്ത അനുഗ്രഹമാണ് ഈ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ. So here the church is meant to be a healing place. So we have got healing ministry as well, and we have entrusted with this healing ministry. 1 പത്രോസ് 2:24 പത്രോസ് ലീഹ പറയുന്നു, by his wounds we have been healed. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. സമസ്ത ദേഹദേഹി ആത്മാക്കളുടെ സൗഖ്യം, സമാധാനം വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ പ്രാപിക്കുന്നത്, അനുഭവിക്കുന്നത് അത് തന്നെയാണ്. ശരീരാദേഹിയുടെ പൂർണ്ണ വിടുതൽ വിശുദ്ധ യാക്കോബിൻ്റെ തക്സായിൽ കാസായും പിലാസായും കാർമികനായ വേദികൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഗോൽഗോഥായിൽ വെച്ച് മുറിക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്ത നമ്മുടെ മോറാനേശ്വരശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്നുള്ള ഓർമ്മയോടുകൂടെ സ്തോത്രം ചെയ്ത് നീ ഇതിനെ കൈക്കൊള്ളുക. തിരുശരീരവും തിരുരക്തവും
സ്വീകരിക്കുന്നതിന് മുൻപ്, അത് പകരുന്നതിന് മുൻപ്, കൊടുക്കുന്നതിന് മുൻപ് കാർമികൻ ആ വേദികൻ ഉരുവിടുകയാണ്. ശരീരാദേഹികളുടെ പൂർണ്ണ സൗഖ്യത്തിനായി ഗോൽഗോഥായിൽ വെച്ച് മുറുക്കപ്പെടുകയും ചിന്തപ്പെടുകയും ചെയ്തതാണ്. മോറാൻ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പോൾ നൽകപ്പെടുന്നു. നീ അത് വിശ്വസിക്കുന്നുവോ? പാപമോചനവും രോഗസൗഖ്യം തമ്മിലുള്ള ബന്ധം നമ്മുടെ വിഷയം ഇന്ന് അതല്ലാത്തതുകൊണ്ട് ഞാൻ വിടുകയാണ്. എന്നാൽ പാപവും രോഗവും അകറ്റിടമാണ്. രുധിരത്തിന് അത്ഭുത ശക്തി. അതറിയുവാൻ, അനുഭവിപ്പാനും വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ എന്ന് പ്രാർത്ഥനാപൂർവ്വം ബി ഡി ജോൺ സാറ് പാടുമ്പോൾ വിശ്വാസിയായ ആ കവിയോടെ ചേർന്ന് നമുക്കും പാടാം. ക്രിസ്തുയേശുവിൽ നമ്മെപ്പറ്റിയുള്ള ദൈവോദ്ദേശം ഈ പാപമോചനവും രോഗസൗഖ്യവും പ്രാപിച്ച ക്രിസ്തീയ ശുശ്രൂഷ നിർഭംഗം തുടരുക എന്നുള്ളതാണ്. ഈ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ, ഈ വലിയ ശുശ്രൂഷയെപ്പറ്റി വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. പൗലോസ്ലീഹ തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവീൻ, ബലഹീനരെ താങ്ങുവീൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവീൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. Ascension reveals our responsibility. Ascension energizes evangelism. Ascension demands missional work. And Ascension invites us to carry out His great mission. അവൻ വരുവോളം അവൻ്റെ വേല തുടരുവാൻ സ്വർഗാരോഹണം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. വേലക്കാർക്ക് ആവശ്യമായ ശക്തി സ്വർഗാരോഹണം ഉറപ്പ് നൽകുകയാണ്. ലൂക്കോസ് എവങ്കലിസ്റ്റ് സുവിശേഷം പറയുന്നുണ്ട്, പരിശുദ്ധാത്മ ശക്തി ഓർമ്മിപ്പിക്കുകയാണ്. അത് പിതാവിൻ്റെ വാഗ്ദത്തമാണ്. മാർക്കോസ് മസ്റുബോനോ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന് 18-ാം വാക്യം, മരണകരമായ യാതൊന്ന് കടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹിയർ വി സീ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഗാഡ് ആൻഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആകയാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യം, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? ഈ അസെൻഷൻ സംഭവിച്ചപ്പോൾ അവരെ ബേഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി കർത്താതമ്പുരാൻ അവരെ അനുഗ്രഹിച്ചു. while he was blessing them, അവൻ അവരെ കൈ ഉയർത്തി അനുഗ്രഹിക്കുകയിൽ അവരവരെ വിട്ടുപിരിഞ്ഞ് അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ഒരു മേഘം വന്ന് മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. ശിഷ്യന്മാർ പകച്ചു നിൽക്കുകയാണ്. they were astonished. അത്ഭുതസ്തബ്ധരായി അവർ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് സ്വർഗത്തിൻ്റെ അശരീരിയാണ്. മലഹമാർ ചോദിക്കുകയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. Therefore, this ascension assures us his second coming. അതാണ് ഞാൻ ആദ്യം പറയാൻ ശ്രമിച്ചത്. ഉദാത്തമായ വിശ്വാസം, the very ascension of our Lord Jesus Christ assures the faith that spiritualizes our religiosity. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലുള്ള അനുഗ്രഹങ്ങളുടെ പൂർത്തീകരണം, നിത്യാജീവൻ്റെ ഉറപ്പ്, അവൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥ വഹിക്കുന്നുവെന്ന വലിയ വിശ്വാസം മാത്രമല്ല, അവൻ വീണ്ടും വരും എന്ന വാഗ്ദത്തം. എന്നാൽ അവൻ വലിയ ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതാണ് ഞാൻ രണ്ടാമതായി പറയാൻ ശ്രമിച്ചത്. എന്താണ് ആ ഉത്തരവാദിത്വം? Ascension prompts us or energizes us to carry out the great mission of God. Continue the mission over here on this earth. സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ സ്വർഗീയ ഹിതം നിറവേറപ്പെടേണ്ടതിലേക്ക് ഞാൻ വരുവോളം ഈ വേല ചെയ്യുവീൻ. അപ്രകാരം ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. എന്താണ് ആ ശുശ്രൂഷ? അത് തിരുവചന പ്രഘോഷണമാണ്. അത് മാനസാന്തരവും പാപമോചനവും പ്രഘോഷിക്കുക എന്നുള്ളതാണ്. അത് ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി,
മനുഷ്യരെ പൂർണ്ണതയിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അപ്രകാരം ആ ശുശ്രൂഷയിലായിരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവൻ സൗജന്യം ചെയ്തിരിക്കുകയാണ്. സമാധാനവും ശാന്തിയും പകർന്നു കൊടുത്തുകൊണ്ട് നന്മയുടെ അനുഭവത്തിൽ ദീർഘക്ഷമ കാണിച്ച് ബലഹീനരെ താങ്ങി, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ എല്ലാവരോടും നന്മ ചെയ്തും സന്തോഷിച്ചും പ്രാർത്ഥിച്ചും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള നമ്മെപ്പറ്റിയുള്ള ദൈവഇഷ്ടത്തിൻ്റെ പൂർത്തീകരണത്തിനായി നിലനിൽക്കേണ്ടതിലേക്ക് അവൻ നമ്മെ ആശീർവദിക്കട്ടെ. വിശുദ്ധ മർക്കോസ് മസ്റുബൂനോ 16-ാം അധ്യായം 18-ാം വാക്യം, മരണകരമായ യാതൊന്ന് കടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. സാക്രമെൻറ്റ്, കുമ്പസാരം, വിശുദ്ധ കുർബാന, വിശുദ്ധ പട്ടത്വം, വിശുദ്ധ തൈലം, അഭിഷേകം, ഇതെല്ലാം ഈ വേദഭാഗവുമായി ബന്ധപ്പെടുത്തിയുള്ള സ്വർഗം പരിശുദ്ധ സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ശുശ്രൂഷകളാണ്. Yes, church has got this great ministry of preaching and teaching and thereby healing ministry. Heaven invites us to join them in this great mission. നമുക്ക് വീണ്ടും ഈ ഗീതം പാടാം. പാപവും രോഗവും അകറ്റിടൂ, രുധിരത്തിന് അത്ഭുത ശക്തി എന്ന് ആ വിശ്വാസത്തിൻ്റെ ഹൃദയം നമുക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭ സ്വർഗാരോഹണ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ സ്വർഗാരോഹണ പെരുന്നാൾ നമുക്ക് ഉറപ്പ് നൽകുന്ന ഉദാത്തമായ സ്വർഗീയമായ ആധ്യാത്മികമായ വിശ്വാസത്തിൻ്റെ അനുഭവത്തിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജീവിതം പ്രായോഗിക തലത്തിൽ ഈ സ്വർഗത്തിൻ്റെ ഹിതത്തിൻ്റെ പൂർത്തീകരണത്തിനായി അനേകർക്ക് ഈ സ്വർഗീയ ശുശ്രൂഷ പകർന്നു നൽകുവാൻ തക്കവണ്ണം സ്വർഗത്തിൻ്റെ പരിശുദ്ധാരൂഹ തിരുസഭയെ നമ്മെ ഓരോരുത്തരെയും നിരന്തരം വാഴ്ത്തുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാപവും രോഗവും അകറ്റിടുമാം രുധിരത്തിൻ അത്ഭുത ശക്തിയെന്ന്, പാപവും രോഗവും അകറ്റിടുമാം രുധിരത്തിൻ അത്ഭുത ശക്തിയെന്ന് അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ. അറിയുവാനിവിടെ വിശ്വാസത്തിൻ്റെ ഹൃദയങ്ങൾ തുറക്കണമേ. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ, നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ കേൾക്കുനി തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ കേൾക്കുനി തന്നുവല്ലോ. കേൾക്കണേ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്, ദുഷ്ടങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ പ്രിയരെ, നിങ്ങളെല്ലാവരും വാഴ്ത്തപ്പെട്ടവരാകുന്നു. റൂഹായുടെയും പ്രാർത്ഥനാ ശുശ്രൂഷയിൽ വിശ്വാസത്തോടെ പങ്കുകൊണ്ട് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് കാക്കട്ടെ.
പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ഉന്നതമായ തൻ്റെ ശ്രേഷ്ഠ സിംഹാസന മുൻപാകെ എപ്പോഴും എന്നേക്കും കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ,